DMK അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്നുച്ചയ്ക്ക് 3:15 വിജയ് സ്റ്റാലിന്റെ വീട്ടിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഷബീൻ മെഹബൂബ് വിശദാംശങ്ങളുമായി. ഷബീൻ, ഇതൊരു പുതിയ കാഴ്ചയാണ്. കരുണാനിധി ജയലളിതയുമായി കൂടിക്കാഴ്ച നടത്തിയതോ അല്ലെങ്കിൽ ജയലളിത കരുണാനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയതോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, തിരിച്ചുണ്ടായിട്ടില്ല. സ്റ്റാലിനാണെങ്കിലും ഒന്നും. ഇതിപ്പോൾ വിജയ് മുഖ്യമന്ത്രിയായതിന് പിന്നാലെ ചില പുതിയ ശീലങ്ങളിലേക്ക് കടക്കുന്നു. മുൻ മുഖ്യമന്ത്രിയെ കാണുന്നു, വൈക്കോയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്തൊക്കെ ചർച്ചയായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും സൈഫുദ്ദീൻ, അല്പനിമിഷം മുമ്പാണ് വിജയ് സ്റ്റാലിനെ ആൽവാർപേട്ടയിലെ വീട്ടിൽ ചെന്ന് കണ്ടത്. തമിഴക രാഷ്ട്രീയത്തിലെ വളരെ കൗതുകകരമായ സംഭവവികാസങ്ങളാണ്. തമിഴ് മാധ്യമങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിന് വളരെ പുതുമയുള്ള കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3:15 ഇന്ന് ഉച്ചയ്ക്ക് 1:30 പുതിയ നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായത്. അപ്പോൾ തന്നെ വാർത്ത വന്നിരുന്നു, വിജയ് സത്യപ്രതിജ്ഞ പൂർത്തിയായ ശേഷം ഉടൻ തന്നെ സ്റ്റാലിനെ കാണുമെന്ന്. സ്റ്റാലിനോട് രാവിലെ തന്നെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അനുമതി നേടുകയും ചെയ്തിരുന്നു. സ്റ്റാലിനും വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം 3:15 ആൽവാർപേട്ടയിലെ വസതിയിലേക്ക് വിജയ് എത്തുന്നത്. വിജയെ പൂമുഖത്ത് ചെന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ സ്വീകരിച്ചു. അതിനുശേഷം അകത്തേക്ക് ചെല്ലുകയും ഈ നേതാക്കളും സ്റ്റാലിനും വിജയും ആശ്ലേഷിക്കുകയും പരസ്പരം പൂച്ചെണ്ടുകൾ കൈമാറുകയും പരസ്പരം ഷാളണിയിക്കുകയും അങ്ങനെ വളരെ ഹൃദ്യമായ കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത്. തമിഴ് രാഷ്ട്രീയത്തിൽ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ വളരെ അപൂർവമായ കാഴ്ചയാണ്. വൈരനിര്യാതന ബുദ്ധിയുടെ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. ജയലളിതയും കരുണാനിധിയും തമ്മിലുള്ള റൈവലറിയൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥ, രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറി എന്നതിൻ്റെ സൂചനയാണ് വിജയ് നൽകുന്നത്. ഇന്ന് രാവിലെയാണ് സത്യപ്രതിജ്ഞ തുടങ്ങിയത്. 232 അംഗങ്ങൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. നാളെയാവും ഡെപ്യൂട്ടി സ്പീക്കറെയും സ്പീക്കറെയും തിരഞ്ഞെടുക്കുക. മറ്റന്നാളായിരിക്കും സഭയിൽ വിശ്വാസം തെളിയിക്കാൻ വിജയ്ക്ക് അവസരമുണ്ടാവുക. തീർച്ചയായിട്ടും നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണ വിജയുടെ TVKക്കുണ്ട്. ഇനിയിപ്പോൾ AIADMKയിൽ കലാപമുണ്ട്. AIADMKയിലെ ഒരു 34ഓളം MLAമാർ TVKക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കൂടി പിന്തുണ പ്രഖ്യാപിച്ചാൽ വിജയ്ക്ക് വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനുമായി നിലവിലുള്ള മുഖ്യമന്ത്രി വിജയ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ സംസാരിച്ചത് എന്നതറിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഒരു പുതുമയുള്ള കൗതുകമുള്ള കാഴ്ച കൂടിയാണ്.